ഏ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് സംസാരിക്കുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തകർ എഴുന്നേറ്റ് പോകുന്നത് ശരിയായ രീതിയാണ്. അത് പാർട്ടി സംഘടനാപരമായ പരിശോധന വേണമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പാർട്ടി സംഘടനാപരമായ പരിശോധന വേണമെന്നല്ലേ ഞങ്ങൾ പരിശോധിക്കാം. ആ ചോദിച്ചോ. ഏതാണില്ലേ? ആ സോഷ്യൽ മീഡിയ അതിൽ നിന്ന് നമ്മുടെ തദ്ദേശത്തിലേക്ക് വന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും തന്നെ പ്രകടമായ ഒരു സർക്കാർ വിരുദ്ധത എവിടെയും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം അത്തരം വിഷയങ്ങളായിരുന്നു. പക്ഷെ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ആയി. പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ ഗ്രഹസന്ദർശനമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഓ, അതിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ യാതൊരു ഉത്കണ്ഠയില്ല. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം പ്രാവശ്യവും അധികാരത്തിൽ വരുന്ന വൈകാരിക പ്രകടനമാണ് ഈ സ്വീകരണ യോഗങ്ങളിലെ ജനങ്ങളുടെ വികാരം, അതിൻ്റെ പ്രതികാരമാണ്. തോറ്റതിൻ്റെ അങ്ങനെയുണ്ട് കേട്ടോ, ജയിച്ചതിൻ്റെ മാത്രമല്ല, തോറ്റതിൻ്റെ. അത് പാർട്ടി സംഘടനാപരമായ പരിശോധന വേണമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പാർട്ടി സംഘടനാപരമായ പരിശോധന വേണമെന്നല്ലേ ഞങ്ങൾ പരിശോധിക്കാം. അതെന്നെയാ പറഞ്ഞത്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് വലിയ ശക്തമായ വോട്ടർ പട്ടിക പരിശോധന SIR തന്നെ പിണറായി വിജയൻ്റെ ആണെന്നാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയനാണ് അതെ പരിശോധന. അതേസമയം NBR കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് നടത്തുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണെന്ന് പരസ്യമായ പ്രചാരവേല ചില വിഭാഗങ്ങൾക്കിടയിൽ ഫലപ്രദമായിട്ട് അവർ നടത്തി. അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ആശയതലം എന്ന് പറയുന്നത് വർഗീയ വിഭാഗങ്ങളാണ്. ഞാൻ പേര് പറഞ്ഞ ഉടനെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയാണ് അതിൻ്റെ പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ആശയ രൂപീകരണം നടത്തിയത്. അത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ലീഗുകാരും ഉൾപ്പെടെ ഏറ്റെടുത്തിട്ട് വീടുകളിൽ പോയി പറഞ്ഞു. അതായത് എന്ത് അസംബന്ധവും പറഞ്ഞ് യാതൊരു മടിയുമില്ല. അത് പ്രതിപക്ഷ നേതാവ് മുതൽ മാധ്യമ ശൃംഖലയിലെ വലിയ വിഭാഗം വരെ അങ്ങനെയാണ് നിലപാട്. അതാ കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന രജിസ്ട്രേഷൻ തയ്യാറാക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞത് കേരളമാണ് എന്ന് പറഞ്ഞത്. അതിൽ ഈ കോൺഗ്രസ്സിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന തന്നെയാണ് അവരുടെ ധാരണ. അല്ല പറയട്ടെ, നടപ്പിലാക്കൂല കേരളം പറഞ്ഞ പോലെ. ആദ്യം കേരളം പറഞ്ഞിരിക്കുന്നു ഇപ്പോഴും.